വിവാദ വ്യവസായി ബി.ആർ. ഷെട്ടി SBIക്ക് 407 കോടി രൂപ നൽകണമെന്ന് ദുബായ് കോടതിയുടെ വിധി. വ്യാജ സത്യവാങ്മൂലം നൽകിയ കേസിലാണ് വിധി. ലോൺ ലഭിക്കാൻ വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നാണ് കേസ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, കോടതിയുടെ വിധി എപ്രകാരമാണ്, ഒപ്പം തന്നെ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? അലീഷ, 2018 $50 മില്യൺ വായ്പ ലഭിക്കുന്നതിന് വേണ്ടി വ്യാജരേഖകൾ ഹാജരാക്കി എന്നുള്ള കേസിലാണ് ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോടതി സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ബി.ആർ. ഷെട്ടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 168 മില്യൺ ദിർഹം അഥവാ 4.67 ബില്യൺ രൂപ ദുബായ് DFCയിലെ SBI ബാങ്കിന് തിരിച്ചു നൽകണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ നടപടി പൂർത്തിയാക്കുന്നതുവരെ ഈ തുകയുടെ പലിശ, അതായത് $11,000 ദിവസം എന്നുള്ള കണക്കിൽ അടയ്ക്കണമെന്നാണ് ഈ വിധിയിൽ പറയുന്നത്. ഇതിൽ ബി.ആർ. ഷെട്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പറയുന്ന എല്ലാം നുണകളുടെ ഘോഷയാത്രയാണ് എന്നൊരു നിരീക്ഷണവും ജഡ്ജി നടത്തിയിട്ടുണ്ട്. കാരണം തൻ്റെ ഒപ്പ് വ്യാജമാണ്, താൻ ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടില്ല എന്നാണ് ബി.ആർ. ഷെട്ടി കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ അത് പൊളിച്ചടക്കുകയും ചെയ്തു. ഈ ബാങ്ക് അധികൃതർക്കൊപ്പം അബുദാബിയിലെ ആസ്ഥാനത്ത് ബി.ആർ. ഷെട്ടി ഇത് ഒപ്പ് ഇടുന്നതിനായി നിൽക്കുന്ന ചിത്രങ്ങളടക്കം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ കേസിൽ വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ദുബായ് SBI ഇന്ത്യൻ ഒരു ബാങ്ക് തന്നെയാണ് ബി.ആർ. ഷെട്ടിക്കെതിരെ കേസ് പോയതും ഇപ്പോൾ ആ തുക തിരിച്ചടയ്ക്കാനായി വിധി വന്നിട്ടുള്ളത്. അലീഷ.